ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു യാത്ര പോകാൻ പോണേണ്. അപ്പോൾ ഞങ്ങളുടെ ബൈക്കിനാണ് പോണത്. അപ്പോൾ ബൈക്കൊക്കെ ഇവിടെ റെഡിയാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇതേപ്പം എൻ്റെ ഡിയോടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ വെളുപ്പിനൊരു 5-5:30 ആയിട്ടാ. ഇരുട്ടാണ്, വെളിച്ചം വീണിട്ടില്ല. അപ്പോൾ നമ്മൾ പുറപ്പെടുവാണ്. അപ്പം ഞങ്ങളിതാ യാത്ര തുടങ്ങി. വല്ലാർപാടം പാലം കഴിഞ്ഞിട്ടാ പള്ളി എത്താറായി. അപ്പോൾ ഇതാ വല്ലാർപാടം പള്ളിയെല്ലാം കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതേപോലെ അടിമാലി എത്തിയിട്ടാ. അപ്പൊ രാവിലത്തെ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇറങ്ങിയത്, വെളുപ്പിന് ഇറങ്ങിയതല്ലേ. അപ്പൊ ഞങ്ങൾ ഇവിടെ നിന്ന് പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിച്ചത്. അവിടെ നിന്ന് ഞങ്ങൾ യാത്ര തുടങ്ങിയതാ. നേര്യമംഗലം ബ്രിഡ്ജ് എത്തി. അങ്ങനെ നേര്യമംഗലം ബ്രിഡ്ജ് ഇതാ കയറിക്കൊണ്ടിരിക്കണേന്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവില്ല ഞങ്ങളുടെ യാത്ര എങ്ങോട്ടാണെന്നുള്ളത്. ഇതാ ബ്രിഡ്ജൊക്കെ കയറി ഇറങ്ങി. അപ്പൊ ഞങ്ങളുടെ യാത്ര മൂന്നാറേക്ക് തന്നെയാണ്. അപ്പൊ നമ്മള് മൂന്നാർ യാത്ര പോയിക്കൊണ്ടിരിക്കണേന്. അപ്പൊ നേര്യമംഗലം കഴിഞ്ഞപ്പോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് വെള്ളച്ചാട്ടം കണ്ടു. അപ്പൊ അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തി ഫോട്ടോസൊക്കെ എടുത്തിട്ടാ. അങ്ങനെ വെള്ളച്ചാട്ടമൊക്കെ കണ്ട് കുറെ ഫോട്ടോസൊക്കെ എടുത്ത് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടങ്ങി. അപ്പൊ ക്ലൈമറ്റ് കുഴപ്പമുണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാല് ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നില്ല, നല്ല മഴയായിരുന്നിട്ടാ. അപ്പൊ ഈ പോണ വഴിക്ക് നമുക്ക് ഇടക്കിടക്ക് മഴ കിട്ടിയേട്ടാ. അപ്പൊ ചില സ്ഥലത്ത് ഞങ്ങൾ റെയിൻകോട്ട് ഇടും, അങ്ങനെ ഇരുന്നു. അപ്പൊ അതേ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് ഒരു മരം വീണൊക്കെ ഉണ്ടായിരുന്നു. മഴയും കാറ്റിന്റെ പ്രശ്നം തന്നെ ആയിരിക്കും. അപ്പൊ അങ്ങനെ മരമൊക്കെ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അപ്പൊ അവിടെ കുറച്ചു നേരം വണ്ടി നിർത്തിയിട്ടാ. നമ്മൾ 2 വീലർ ആയതുകൊണ്ട് പിന്നെ സൈഡിൽ കൂടിയൊക്കെ എടുത്തിങ്ങ് പോകുന്നു. അപ്പൊ ഇവിടെ ആനത്താരയാണ്, ആന ക്രോസിംഗ് ഒക്കെ ഉണ്ട്, ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മളങ്ങനെ പോയി ഇതാ വീണ്ടും വേറെ കുറച്ചും കൂടി വലിയൊരു വെള്ളച്ചാട്ടത്തിന്റെ അടുത്തെത്തി. അവിടെ ഇതുവഴി പോണ എല്ലാ ടൂറിസ്റ്റുകാരും നിർത്തിയിട്ട് ഫോട്ടോ എടുക്കണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ അവിടെ നിർത്തി കുറച്ചു നേരം വെള്ളച്ചാട്ടം കണ്ട് അധികം നേരം ചെലവഴിച്ചില്ല. നമുക്ക് പെട്ടെന്ന് മൂന്നാർ എത്തണമല്ല, പിന്നെ നമ്മൾ 2 വീലറിലും ആണല്ലോ. അപ്പൊ അതുകൊണ്ട് അധികം നേരം ഒന്നും സ്പെൻഡ് ചെയ്തില്ല. കുറച്ചൊന്ന് ഇറങ്ങി ഫോട്ടോസ് എടുത്ത് നമ്മൾ വീണ്ടും യാത്ര തുടർന്ന്. പിന്നെ ഇവിടെ എത്തിയപ്പോ ഞങ്ങള് റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. റെയിൻകോട്ട് അപ്പൊ ഞങ്ങൾ എന്താ വെച്ചാൽ മഴ മാറി അങ്ങനെ റെയിൻകോട്ട് കൂരി ഇവിടെ ഒന്ന് കാലൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടി നിർത്തിയതാണ്. അങ്ങനെ ഇവിടെ കാലൊക്കെ കഴുകി പിന്നെ വീണ്ടും വണ്ടി എടുത്ത് അങ്ങനെ ഞങ്ങള് പോകുമ്പോഴത്തേക്കും ഇവിടെ സിപ്പ് ലൈൻ ഇത് കണ്ടിട്ടോ. വന്നവടിക്ക് 2-3 സ്ഥലത്ത് കണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ തണുപ്പ് ഇവിടെ എത്തിയപ്പോഴത്തേക്കും തണുപ്പ് തുടങ്ങി. അപ്പൊ വീണ്ടും വണ്ടി നിർത്തി. ഞങ്ങൾ കുറച്ച് നിർത്തി കണ്ടാ പോയത്. അങ്ങനെ അതേ ജാക്കറ്റൊക്കെ എടുത്തിടാന്ന് ഓർത്ത് വണ്ടി നിർത്തി. അതൊക്കെ എടുത്തിട്ട് തണുപ്പാണ്, ഞാനിട്ടില്ല കേട്ടോ. അപ്പൊ ചേട്ടൻ വണ്ടി ഓടിക്കണോണ്ട് ഫ്രണ്ടിൽ ഇരിക്കണോണ്ട് നല്ല ഡയറക്റ്റ് കാറ്റടിക്കണോണ്ട് നല്ല തണുപ്പായിരുന്നു. അപ്പൊ അങ്ങനെ അതൊക്കെ എടുത്തിട്ടിട്ട് കുറച്ച് ഷോയൊക്കെ കാണിച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് ഞങ്ങളപ്പോ ഞങ്ങളുടെ ബൈക്കിരിക്കണുണ്ടാ. അപ്പൊ അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ചധികം ഷോസ് ഒക്കെ കാണിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ വണ്ടി എടുത്തട്ടോ ഗൈസ്. അപ്പൊ ഫ്രണ്ട്സ് നമ്മള് മൂന്നാർ എത്താറായിട്ടാ. അതേ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കോട, നല്ല അടിപൊളിയായിട്ട് കോട കാണാം. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ഏകദേശം തേയിലത്തോട്ടത്തിന്റെ ഒക്കെ അടുത്തെത്തിയിട്ടാ. അപ്പൊ കോട നന്നായിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതേ തേയിലത്തോട്ടത്തിന്റെ അതിലേക്ക് കൂടിയൊക്കെ ഞങ്ങൾ ഇതാ പോയിക്കൊണ്ടിരിക്കണേണ്. അങ്ങനെ പോയി. നല്ല തണുപ്പിട്ടോ. ഇവിടെ എൻട്രി ചെയ്തപ്പോ തന്നെ ആ തണുപ്പിന്റെ ഫീൽ നല്ല അടിപൊളിയായിട്ട് തണുപ്പുണ്ട്. അപ്പൊ ഞങ്ങള് തേയിലത്തോട്ടം കണ്ടപ്പോ അവിടെ നിർത്തി. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്ത് പിന്നെ ഞങ്ങളെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് അങ്ങനെ വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്ന്. അപ്പൊ നമുക്ക് മൂന്നാറിലെ അടിപൊളി കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. അപ്പൊ ഓക്കെ, ടാറ്റാ.